നമസ്കാരം, ഞാൻ മൃണാൾ. ഉച്ചയ്ക്ക് വിശന്നിരിക്കുമ്പോൾ നാട്ടുകോഴി കൂട്ടിയിട്ട് നല്ല സുഹൃത്തുക്കളുടെ കൂടെ ഇത്തിരി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയതാ. അവിടെ തീർന്നുപോയി. ഉടനെ അടുത്ത സ്ഥലത്ത് പോയി. അവിടെ ഒടുക്കത്തെ തിരക്കുണ്ട്, പക്ഷെ കാത്തു നിന്നിട്ടും കാര്യമില്ല, അതും തീരും എന്നാണ് അവർ പറഞ്ഞത്. ഭക്ഷണം തരാതെ കൊല്ലാൻ അവർക്ക് പറ്റിയേക്കും, പക്ഷെ തോപ്പിക്കാനാവില്ല. ഞാൻ വേറെ സ്ഥലം കണ്ടുപിടിച്ചു. അത് ഏതെങ്കിലും ഒരു സ്ഥലമല്ല, ആരും ഇല്ലാത്തൊരു സ്ഥലം. ഫുഡ് നല്ലതായിരിക്കും എന്തോ. റോട്ടി നാനോ ഓർഡർ ചെയ്ത് വാഴയിലല്ല സെർവ് ചെയ്യുന്നത്. ഒരു റൊട്ടി, അതിൻ്റെ അടിയിൽ ഒരു നാൻ. ഹായ്. ഇത് ഇവിടുത്തെ ചിക്കൻ സ്പെഷ്യലാണ്. ഇതിന് എന്തോ ഒരു പേരുണ്ട്, പേരറിയാൻ പാടില്ല. ഇതാണ് മാട്ട. തൊട്ട് കൂട്ടുறதுக்கு நல்லா இருக்கும் എന്നാണ് പറഞ്ഞത്. പാടാ മോനെ, വിശന്നിട്ട് പാടില്ല. ആദ്യമായതായിട്ട് ഇതിനെ നടുവിൽ മുറിക്കുക. ചൂടെന്ന് പറഞ്ഞാൽ എന്താ ചൂടെന്ന് അറിയാം. രണ്ടാമതായിട്ട് വാടാ, ആരുടെ ഇത്ര വലിയ മട്ടൻ പീസ് മുറിച്ച്. അയ്യോ, ചൂട് ചൂട് ചൂട്. കറിവേപ്പിലയുടെ ആവശ്യം ഇപ്പോൾ ഇവിടെ ഇല്ല. ആവശ്യം ഉണ്ടാകുമ്പോൾ തന്നെ ഞാൻ വിളിക്കാം കേട്ടോ. കിടിലം കറിയാം, പക്ഷെ ഉപ്പൊരു പൊട്ടിക്ക് കൂടുതല. കിടിലം കറിയാം. സാധനം നാട്ടുകോഴി, ഒരുപാട് എല്ലുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതിലെല്ലില്ല, നാട്ടുകോഴി തന്നെ അല്ലേ. എനിക്കൊന്ന് പീസ് സാധനം നാട്ടുവഴി കാണൂലല്ലോ. ഉറപ്പുണ്ട് ആയിരിക്കും. സൗത്ത് ഇന്ത്യക്ക് വേണ്ട മുഴുവൻ ബ്രോയിലർ ചിക്കനും തമിഴ്നാട്ടിൽ ഉണ്ടാക്കുമെങ്കിലും അവർ പൊതുവെ ബ്രോയിലർ ചിക്കൻ ഉപയോഗിക്കില്ല. ആ ഉപ്പെങ്ങാനും പെർഫെക്റ്റ് ആയിരുന്നു കണ്ടല്ലോ. ഒടുക്കത്തെ എരിവ, അതുകൊണ്ട് തന്നെ മീറ്റിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുന്നില്ല. അല്ല, അതുകൊണ്ടാണല്ലോ ഇന്നത്തെ കാലത്ത് ബിരിയാണിയിൽ പോലും ഒരുപാട് മസാലയും എരിവും കുത്തിക്കയറ്റുന്നത്. അതാകുമ്പോൾ ഏത് ക്വാളിറ്റി മീറ്റ് ഉപയോഗിക്കാമല്ലോ, ആർക്കും ഒന്നും മനസ്സിലാവില്ലല്ലോ. നല്ലൊരു രണ്ട് ഡിഷിലും, നാട്ടുകോഴി ആയാലും ശരി മട്ടനായാലും ശരി, മീറ്റിൻ്റെ ടേസ്റ്റേ കിട്ടുന്നില്ല. രണ്ടിലും എരിവ ഫീൽ ചെയ്യുന്നു. ഇത് ഗംഭീര കറിയാണ്. ഇതിൽ നല്ല മട്ടൺ ഇട്ടിട്ട് എരിവും ഉപ്പും മര്യാദ ആക്കിയാൽ, സോറി, ഇനി എനിക്ക് കഴിക്കാൻ പറ്റില്ല. ഇപ്പം തന്നെ നാവ് കൊണ്ടുപോയി വെള്ളത്തിലിടണം.